പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് കൊഴിഞ്ഞാമ്പാറ റോയൽ കാസ് യൂസർ കാർ ഷോറൂമിലാണ്. നമ്മൾ കൊഴിഞ്ഞാമ്പാറ റൂട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടെ എടുക്കുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓൺ വണ്ടികൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. 7 സീറ്റർ ഉണ്ട്, അതേപോലെ തന്നെ 5 സീറ്റർ വന്നിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല കിടു വണ്ടിയുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. നമ്മൾ ചെയ്തിപ്പോ ഒരു 3 മാസത്തിനോട് ആകാറായി. 3 മാസം മേലെ നമ്മൾ ഒരുപാട് വണ്ടികൾ നമ്മുടെ വീണ്ടും പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും വരാനുണ്ടോ വണ്ടികൾ? ഇനിയും 3-4 വണ്ടികൾ ഏതൊക്കെയാ വരാനുള്ളത്? ഇനി സ്കോർപിയോ വരാനുണ്ട്, ഒരെണ്ണം. അതേപോലെ ഒരു സ്വിഫ്റ്റ് വരാനുണ്ട്. 2-3 വണ്ടികൾ ഇനി വരാൻ. അത്യാവശ്യം നമ്മുടെ കൊഴിഞ്ഞാമ്പാറ ബോർഡർ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. റോയൽ കാസില് വണ്ടികൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച്. നിങ്ങൾ ഇവിടെ വണ്ടി ഇല്ലെങ്കിലും കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ വണ്ടി എടുത്തു കൊടുക്കില്ലേ? എടുത്തു കൊടുക്കും. നല്ല അത്യാവശ്യം നല്ല വണ്ടികൾ, നല്ല വണ്ടി നമ്മൾ എടുത്ത എല്ലാ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സർവീസ് ഓൾ സർവീസ് അടക്കം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് വന്നിരിക്കുന്നത് 2009 മോഡല് കോട്രാജെറ്റ് വിസ്റ്റ ആണ്. 2009 കോട്രാജെറ്റ് അല്ലേ? കോട്രാജെറ്റ് വിസ്റ്റ പുതിയ പേപ്പറാണ്. ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. 5 ദിവസത്തിന് എടുത്താണ്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം 2 ഫ്രണ്ട് പുതിയതാണ്. ബാക്ക് ഒരു ഹാഫ് കണ്ടീഷൻ ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? സീറ്റ് കവർ കോട്രാജെറ്റ് ഒക്കെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെയാണ് കോട്രാജെറ്റ്. കോട്രാജെറ്റ് അത്യാവശ്യം നല്ല ഫാൻസി നമ്പറുമാണ്. ഇന്ത്യൻ ഭാഗങ്ങൾ കാണിച്ചു തരാം. നോക്കാണ് ഇന്ത്യയിലൊക്കെ സീറ്റൊക്കെ പക്ക പുതിയ സീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് ലാസ്റ്റ് നമുക്ക് 1,30,000 പറയണത്. 1,30,000 നെഗോഷ്യബിൾ ആണ്. 1,30,000 രൂപയ്ക്ക് കോട്രാജെറ്റ് 2009 പുതിയ പേപ്പർ അല്ലേ? 2009 പുതിയ പേപ്പർ, ഇൻഷുറൻസ് എല്ലാം പക്കാണ്. 2 ടയർ പുതിയത്, പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് പക്കാ നീറ്റാണ്. അത്യാവശ്യം നല്ല മൈലേജ്, 10-22 കിലോമീറ്റർ മൈലേജ്, ചെറിയ നമുക്ക് ലോക്കലിലൊക്കെ ഓടാൻ പറ്റിയ നല്ല വണ്ടി തന്നെയാണ് കോട്രാജെറ്റ്. ഓയിൽ ലീക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ? എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്തത് അല്ലെ? പഴയ മരുന്ന് വണ്ടി കണ്ട് ടെസ്റ്റ് ചെയ്യല. എല്ലാ ടെസ്റ്റും വണ്ടി എഞ്ചിൻ ഭാഗമൊക്കെ ബോണ്ടെല്ലാം തുറന്ന് വൃത്തിയാണെങ്കിൽ മാത്രമേ ടെസ്റ്റ് ചെയ്യുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് വണ്ടിയാണ്. ഒരു ഈക്കോ ആണ്. എത്രയുടെ മോഡല്? ഇത് 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. 2015 കേരളീയ വണ്ടിയാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈക്കോ. എ സി വണ്ടിയിലത്? AC ഇല്ല, നോൺ AC ആണ്. പക്ക വണ്ടി. 2011 അല്ലേ? 2011 ടയേഴ്സ് ഒക്കെ ഒരു 70% ടയേഴ്സ് ഉണ്ട്. ഈക്കോ ഒരുപാട് കസ്റ്റമർ ചോദിച്ചാണ് വണ്ടി. ഇന്ത്യൻ ഭാഗങ്ങൾ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. അത് കേരളീയ വണ്ടിയാണ്, അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെയൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. നമ്മൾ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. പക്ക കണ്ടീഷൻ വണ്ടി. മാരുതി ഈക്കോ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് കേട്ടോ. ഇത് ആക്സിഡന്റ് അങ്ങനെയൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2011 സിംഗിൾ ഓണറിന്. എത്ര ഓടി ഉണ്ട് ഇത്? 1,15 ഓടിയുണ്ട്. എത്ര? 1,15. 1,15,000 ഓടിയ സിംഗിൾ ഓണർ തന്നെ കേരളീയ വണ്ടി ഈക്കോ. 5 സീറ്റർ വണ്ടിയല്ലേ? 5 സീറ്റർ. ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇത് 2 രൂപ പറയുന്നത്. 2 ലക്ഷം പറയുന്നത്. 2010 ലോൺ കയറും? ഇതില് ലോൺ കയറും. ഒരു 1.5 കയറോ? അല്ലല്ലോ, 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യണം. കാരണം 2011 സിംഗിൾ ഓണർ 1 ലക്ഷം വരെ ലോൺ കിട്ടും. നല്ല ക്വാളിറ്റി ഉണ്ട്. 1,15,000 കിലോമീറ്റർ ഓടിയ മാരുതി ഈക്കോ 2015 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെ കേട്ടോ. നോക്കിക്കോളൂ, വീഡിയോസ് നോക്കാം. ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെയൊന്നുമില്ല. അടുത്തൊരു കോട്രാജെറ്റ് ആണ് അല്ലേ? കോട്രാജെറ്റ് അല്ല, TDC എഞ്ചിനാണ് ഇത്. എത്ര മോഡൽ? 2015 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2011 സിംഗിൾ ഓണർ. ടയറൊക്കെ 4 ടയർ പുതിയതുണ്ട് അല്ലേ? 4 ടയർ പുതിയ വണ്ടി, പുതിയ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതും 10-22 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 50,000 ജനുവലി 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ കിട്ടാൻ റയറാണ്. 2011 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ കിട്ടാൻ ജനുവലാണ്. അല്ലെ, കിട്ടാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല തന്നെ മനസ്സിലും. അങ്ങനെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ടയറും ഭാഗങ്ങളൊക്കെ പുത്തൻ ടയർ തന്നെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. എത്ര ഓടിയിട്ടുണ്ട്? 50,000. 50 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉള്ള കമ്പനി ഹിസ്റ്ററി ഉള്ള കമ്പനി ഹിസ്റ്ററി ഇല്ല. 50 ഓടിയിട്ടുള്ളത്. 50 ഓടിയിട്ടുള്ളത്. കമ്പനി ഹിസ്റ്ററി ഒന്നും ഇല്ല. കാരണം 2015 വണ്ടി ആയതുകൊണ്ട്
എഞ്ചിനിൽ കാണിച്ചു തരാം. ഗ്ലാസ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് കേട്ടോ. എല്ലാം ഒറിജിനാലിറ്റിയാണ്. ഒറിജിനാലിറ്റി ഉണ്ട്. കാണാനും കണ്ടാൽ തന്നെ അറിയില്ല വണ്ടി. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നോക്കിക്കോളൂ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര പറയും? ഇത് 1,35. 1,35,000. വെറും 1,35,000 രൂപയ്ക്ക് ടാറ്റയുടെ ഏതാ വണ്ടി? അത് വിസ്റ്റ തന്നെ. ടാറ്റയുടെ വിസ്റ്റ കോട്ടറേറ്റ് അല്ല, കോട്ടറേറ്റ് അല്ല. 1,35,000 നെഗോഷ്യബിൾ പറയുന്നുണ്ട്. വെറും സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജനുവിലാണ്. ഗ്യാരണ്ടർ പറയാം ജനുവിലാണ്. കാരണം വണ്ടിയുടെ ഇന്റീരിയർ ഭാഗങ്ങൾ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും. സീറ്റൊക്കെ നോക്കി തന്നെ മനസ്സിലാവും. ജനുവിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. വെറും 1,35,000 രൂപയ്ക്ക് നമുക്ക് വിസ്റ്റ സ്വന്തമാക്കാം. അതേമാതിരി റിക്സ് വന്നിട്ടുണ്ട്. അലൈവിലൊക്കെ പെട്ട ലുക്കിന്റെ ബ്ലാക്ക് വണ്ടി. 2009 പുതിയ പേപ്പറാണ്. 2009 പുതിയ പേപ്പർ. 2009 പുതിയ പേപ്പറാണ്. 5 വർഷത്തിന് പുതിയ പേപ്പറാണ്. ഡീസലാണല്ലേ? LD ആണ്, ഡീസലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര ഇതൊക്കെ 1,00,000 അടുത്ത് ഓടിയിട്ടുണ്ട്. 1,00,000 ഓടിയിട്ടുണ്ട്. 98,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 98 ഓടിയുള്ളൂ. അതെ, 98,000 കിലോമീറ്റർ ഓടി. തൃശ്ശൂർ രജിസ്ട്രേഷൻ വരുന്ന ഒരു റിക്സ് LD ആണ്. പേപ്പറാണ്, പുതിയ പേപ്പറാണ്. 2009 അലൈവിലെല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. വണ്ടിയിൽ കാണിച്ചു തരാം. ഇത് 1,90,000 രൂപ ചോദിക്കുന്നത്. 1,90,000. 2009 പുതിയ പേപ്പർ. 5 വർഷത്തിന് പുതിയ പേപ്പറാണ്. വെറും 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. 1,90,000 രൂപയ്ക്ക് നമുക്കൊരു റിക്സ് സ്വന്തമാക്കാം. ഇന്ത്യയിൽ പക്കാണ്. ഡീസൽ LD ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. നമുക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ ഒരു മാരുതി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചോട്ടിപ്പടിക്കാൻ ഒരു മാരുതി ഉണ്ട്. അത് കേരളയും വണ്ടി. എത്ര മോഡൽ? 99 മോഡൽ പുതിയ പേപ്പറാണ്. 99 പുതിയ പേപ്പർ. 5 വർഷത്തിന് പുത്തൻ പേപ്പറാണ്. ഒന്നും നോക്കണ്ട. 5 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട. ടയറൊക്കെ ഒരു ടയേഴ്സ് ഉണ്ട്. AC ഉണ്ട് കേട്ടോ. അതും പ്രത്യേകിച്ച് പറയാം. AC ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. ലോക്കാണ്. ഇന്ത്യയിൽ ഭാഗങ്ങളൊന്നും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ആയിക്കോളൂ, വണ്ടി ആയിക്കോളൂ. ബാക്ക് ടയറുകൾ പുതിയ പേപ്പർ തന്നെയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? 45 രൂപ. വെറും 45. AC ഉള്ള പുതിയ പേപ്പർ. 45,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു പുതിയ പേപ്പർ AC ഉള്ള വണ്ടി. അത് കേരളയും 99 മോഡൽ. വെറും 45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇന്ത്യയിൽ കാണിച്ചു തരാം. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ കംപ്ലൈന്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എഞ്ചിനൊക്കെ പക്കാണ്. കാരണം പുതിയ ടെസ്റ്റ് ആയതുകൊണ്ട് പണി എല്ലാം വർക്ക് ചെയ്തിട്ട് തന്നെ വണ്ടി വെക്കുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. വെറും 99 മോഡലിന് അല്ലെ 99 കേരളം വണ്ടി. AC ഉള്ള 5 വർഷത്തിന് അല്ലാണ്ട് പുതിയ പേപ്പർ വരുന്ന വെറും 45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതേമാതിരി ഇൻഡിക വന്നിട്ടുണ്ട്. ഇൻഡിക എത്രയുടെ മോഡല്? 2005 മോഡല്. 2005 പവർ സ്റ്റിയറിംഗ് ഉള്ളതാണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. അത് കേരളം P ആണ്. കേരളം വണ്ടിയാണ്. ടയർ ഭാഗങ്ങളും ജനുവരിയിൽ പേപ്പർ വരും. ഇതും 10-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇൻഡിക അല്ല, ഇന്ത്യയിലൊക്കെ ഒന്നും കുഴപ്പമില്ല. അത്യാവശ്യം ഓടിപ്പടിക്കാനൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കേട്ടോ. എല്ലാം അത്യാവശ്യം നല്ല വർക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ വണ്ടി. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. വീഡിയോസ് നോക്കിയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര പറയുന്നത്? 40 രൂപ. 40,000. 2005 AC പവർ സ്റ്റിയറിംഗ് വെറും 40,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഇൻഡിക സ്വന്തമാക്കട്ട. ബോഡി ഭാഗങ്ങൾ നോക്കിക്കോളൂ. തട്ടിലെ മുട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. എല്ലാം വർക്ക് ചെയ്ത് പക്ക നീറ്റ്. അത് കേരളം വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. വെറും 40,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഇൻഡിക കേട്ടോ. നല്ല വണ്ടി നോക്കിയേ. വെറും 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോക്കാണ്. ഇന്ത്യയിൽ ഭാഗം കാണിച്ചു തരാം. ഇന്ത്യയിലൊന്നും അത്യാവശ്യം കുഴപ്പമില്ല. വെറും 40,000. AC ഒക്കെ പക്ക വർക്കിംഗ് ആണ്. AC ഒന്ന് വർക്കിംഗ് കുറവാണല്ലേ? AC ഒക്കെ വർക്കിംഗ് കുറവാണ്. വെറും 40,000 രൂപയ്ക്ക് അത്യാവശ്യം ഇന്ത്യയിലൊന്നും കുഴപ്പമില്ല. പാച്ചുകൾ അങ്ങനെയൊന്നുമില്ല. ബോഡി പാച്ചുകളൊന്നും ഇല്ല. അടുത്ത വർഷം FC വരും. ജനുവരിയിൽ പേപ്പർ വരും. വെറും 40,000 രൂപയ്ക്ക് എന്ത് കിട്ടും? ഒരു സ്കൂട്ടറും കൂടി കിട്ടാത്ത വിലയ്ക്ക് ഒരു ഒരു ഇന്ത്യ നിങ്ങൾക്ക് സ്വന്തം അല്ലേ? 2010 മോഡല് LPG എൻഡോഴ്സ്മെന്റ് 10 മോഡല് ഒരു വാഗണർ വന്നിട്ടുണ്ട് കേട്ടോ. 2 വർഷം കൊണ്ട് ടെസ്റ്റിന്. അത്യാവശ്യം ടയറൊക്കെ കുഴപ്പമില്ല. ഇത് 4 സിലിണ്ടർ അല്ലേ? ഇത് 4 സിലിണ്ടർ ആണ്. ബോഡി ഭാഗങ്ങൾ കുഴപ്പമില്ല. ഇത് LXA ആണോ വരുന്നത്? LXA ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി കേട്ടോ. ഇന്ത്യയിൽ വാങ്ങാൻ കാണിച്ചുതരാം. അത്യാവശ്യം സീറ്റ് കവർ എല്ലാം ചെയ്ത് പക്കാ വർക്കൊക്കെ ചെയ്ത് എല്ലാം വെച്ചിട്ട് എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നന്നായിട്ടല്ലേ? ഒരു 1,65 കൊടുക്കണം. റീപ്ലേസ് ഇല്ല. ഒറിജിനലാണ്. വെറും 1,65,000 രൂപയ്ക്ക് 2010 CNG ഗ്യാസ് വരുന്നതാണത്. ഗ്യാസ് വരുന്നല്ലേ? CNG വരുന്ന ഒരു വാഗണർ. വെറും എത്ര റേറ്റ് പറഞ്ഞാൽ? 1,65,000 രൂപയ്ക്ക് നല്ലൊരു കിടു വണ്ടി. ഗുരുവായൂർ രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഗണർ LXA നിങ്ങൾക്ക് സ്വന്തമാക്കാം.
അടുത്തൊരു വാഗണർ എത്രയുടെ മോഡൽ? 2001 മോഡലാണ്. 2001 അല്ലേ? പഴയ വണ്ടിയാണ്. എന്ത് വില പറയും? 60 രൂപ. 60,000. 60,000 2000 AC ഉണ്ട് ഇതിൽ? AC ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള 2001 ചെറിയൊരു ബഡ്ജറ്റ്, മാരുതി വാങ്ങുന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു വാഗണർ സ്വന്തമാക്കാം. 2001 മോഡൽ. 2001 മോഡൽ. എത്ര പേപ്പർ? 26 വരെ പേപ്പർ ഉണ്ട്. 2026 വരെ പേപ്പറിലൊരു ഓൾട്ടോ LXi വെറും 60,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ടയറൊക്കെ അത്യാവശ്യം ഒരു 70% ടയറുണ്ട്. ഇന്ത്യയിൽ വാങ്ങാൻ കുഴപ്പമില്ല കേട്ടോ. സീറ്റ് ഇത്തിരി പ്രശ്നമുണ്ട്. ബാക്കി ഇന്ത്യയിൽ വാങ്ങണം. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ വണ്ടി തന്നെ. ചെറിയ ബഡ്ജറ്റിൽ ഒരു സ്കൂട്ടർ വാങ്ങുന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു വാഗണർ ഒരു 60,000 രൂപയ്ക്ക് 2001 വാഗണർ സ്വന്തമാക്കാം. അതേമാതിരി ഒരു ഓൾട്ടോ LXi ആണ് അല്ലേ? അത് ഇത് 2009 LXi. 2009 പുതിയ പേപ്പറാണ്. പുതിയ പേപ്പർ. 58,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ജനുവൽ 58,000 കിലോമീറ്റർ ഓൾട്ടോ LXi വന്നിട്ടുണ്ട് കേട്ടോ. ഫാൻസി നമ്പറൊക്കെയാണ്. ടയർ ഭാഗങ്ങൾ കുഴപ്പമില്ല. വെറും ടയറൊക്കെ പുതിയ തന്നെയാണ്. നോക്കിക്കോളൂ. ലോക്കാണ്. വെറും 58,000 ഇന്ത്യയിലെ കാണിച്ചു തരാം. പക്ക നീറ്റ് തന്നെയാണ്. വെറും 58,000 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ജനുവിലാണെന്ന് അറിയില്ല. പക്ഷെ നല്ല വണ്ടി, നല്ല ക്വാളിറ്റി ഉണ്ട്. നോക്കിക്കോളൂ. ബോഡി ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല. സ്ക്രാച്ചുകൾ അങ്ങനെയൊന്നുമില്ല. ടയർ ഭാഗങ്ങൾ 4 ടയർ പുതിയ തന്നെയാണ്. വെറും 58,000 കിലോമീറ്ററോടെ ഓൾട്ടോ LXi പുതിയ പേപ്പർ ആണ്. ഇന്ത്യയിൽ കാണിച്ചു തരാം. அப்படியே ரிவர்ஸ் ஓடுங்க. ഇന്ത്യയിൽ കാണിച്ചു തരാം. പക്ക മതി അത് അടിച്ചിട്ട് ഇന്ത്യയിൽ വാങ്ങുന്നത് പക്ക നീറ്റ് തന്നെയാണ്. സീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. 58,000 കിലോമീറ്റർ 2009 അന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ക്ലാസ് ഒക്കെ 1,55,000 കൊടുക്കാം. 1,55,000. 1,55,000 രൂപയ്ക്ക് 2009 58,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ഓൾട്ടോ LXi നമുക്ക് സ്വന്തമാക്കാം. വെറും 58,000 കിലോമീറ്റർ ഓടിയിൽ അത് സിംഗിൾ ഓണർ ഓൾട്ടോ കിട്ടാൻ റയറാണ്. പുതിയ പേപ്പറുമാണ്. 5 കൊല്ലത്തേക്ക് ഒന്നും നോക്കാനും ഇൻഷുറൻസ് എല്ലാം ചെട്ടിയില്ല അല്ലേ? ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. പക്ക നീറ്റ്. KL 8 ആണെങ്കിലും സിംഗിൾ ഓണർ വണ്ടി. വെറും 1,55,000. 1,55,000 നെഗോഷ്യബിൾ ആണ്. 1,55,000 രൂപയ്ക്ക് ഒരു ഓൾട്ടോ കിഡ് ഓൾട്ടോ LXi സ്വന്തമാക്കാം. ഒരു മാരുതി 8 പഴയ മോഡൽ അല്ലേ? 91 മോഡൽ സിംഗിൾ ഓണർ 91 ഇട്ടാ അത് കിട്ടാൻ തന്നെ റയറാണ്. സിംഗിൾ ഓണർ വണ്ടി ഇട്ടാ. അതാ സിംഗിൾ ഓണർ വണ്ടി. വെറും 91 മുതൽ കേരളം വണ്ടി കിട്ടാൻ റയറാണ്. ഇപ്പോഴും പറയാം, കിട്ടാൻ റയറുള്ള വണ്ടി തന്നെയാണത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. വണ്ടി കാണാൻ തന്നെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ബോഡി ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല. നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ബോഡി തന്നെയാണ് കേട്ടോ. പഴയ വണ്ടിയെ കുറിച്ച് പറഞ്ഞു തരുന്ന ആവശ്യമില്ല. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര വരെ? 30,000 രൂപ. 30,000. എന്താ ചാവിയൊക്കെ പഴയ അതേ ഒരു ചാവി തന്നെയാണ്. വെറും 30,000 രൂപയ്ക്ക് പുതിയ പേപ്പറാണ്. ഇത് എത്ര ഉണ്ട് പേപ്പർ? 26 വരെ ഉണ്ട്. 26 വരെ. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. വെറും 30,000 രൂപയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങുന്ന കാശിന് നിങ്ങൾക്ക് ഒരു 91 അല്ലേ? 91 മോഡൽ അത് കേരളം വണ്ടി മാരുതി 800 നമുക്ക് വെറും 30,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. ഇത് 2006 മോഡൽ എടുത്തോ? 2006 ഒരു സെന്ന് ചോദിച്ചിട്ടുണ്ട് കസ്റ്റമർ. 2006 മോഡല് കുറെ പേര് വിളിച്ച് കേട്ടിട്ടുണ്ട്. അല്ല, സെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. AC ഉണ്ട് അതില്? AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. ടയറൊക്കെ പക്ക പുതിയത് കേട്ടോ. അപ്പോളോന്റെ ടയർ 4 ആയിട്ട് കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. സെന്ന് AC. അത് AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി ഇതാണെങ്കിലോ. 2006 ആണത്? 2006. 26 വരെ പേപ്പർ വരുന്നുണ്ട്. 26 വരെ പേപ്പർ. 26 വരെ പേപ്പർ. ഇതാ അത്യാവശ്യം നല്ല ക്വാളിറ്റി സെന്നാണ് കേട്ടോ. നോക്കിക്കോളൂ. വണ്ടി നോക്കിക്കോളൂ. ടയറുകൾ ഒന്നും നോക്കാല്ല. സർവീസ് എല്ലാം ചെയ്തല്ലേ? സർവീസ് ചെയ്ത് എല്ലാം ചെയ്തതാണ്. പക്ക നീറ്റ് വണ്ടി കേട്ടോ. സെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പെട്രോൾ വണ്ടി. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെയാണ്. നോക്കിക്കോളൂ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര വരെ? ഇത് 1 രൂപ കൊടുക്കാം. ലാസ്റ്റ് 1 ലക്ഷം. 2006 എത്ര വരെ പേപ്പർ? 2026 വരെ പേപ്പർ. 2026 വരെ പേപ്പർ. പുതിയ ഇൻഷുറൻസ്. 4 ടയർ പുതിയത്. പക്ക വണ്ടി. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെന്നിനെ കുറിച്ച് കസ്റ്റമർക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല യാത്രയും നല്ല സുഖം തന്നെയാണ്. പഴയ വണ്ടിയാണെങ്കിലും യാത്ര നല്ല സുഖമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ വണ്ടി സർവീസ് എല്ലാം ചെയ്തിട്ടല്ലോ? ഓയിൽ സർവീസ് എല്ലാം ചെയ്ത് ബുദ്ധിമുട്ട് വണ്ടി ഓട്ടി നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതെല്ലാം ചെയ്ത് വൃത്തിയായി തന്നെ വണ്ടി കസ്റ്റമർക്ക് തരും. അല്ലാതെ വെറുതെ ഇത് കാണിക്കല്ല. കാരണം മൊത്തം സർവീസ് എല്ലാം ചെയ്ത്. കാരണം നമ്മൾ ഇവിടുന്ന് ഒരുപാട് വണ്ടി വിറ്റിട്ടുണ്ട്. ഒരുപാട് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മൂപ്പര് സർവീസ് ഒക്കെ സെന്റർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. 4 ടയർ പുതിയതിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന സെന്ന് 2006 2026 വരെ പേപ്പറുള്ള സെന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ചെയ്യാന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഒരു ഓൾട്ടോ LXi ഉണ്ട്. 2000 LX ആണ്. പവർ സ്റ്റിയറിംഗ് ഇല്ല. 2006 മോഡലാണ്. 2006. പുതിയ 2026 വരെ പേപ്പർ. 2026 വരെ പേപ്പർ. LX ആണ്. പവർ സ്റ്റിയറിംഗ് ഇല്ല. ബ്ലൂ കളറാണ്. അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ടയറൊക്കെ അത്യാവശ്യം പുത്തൻ ടയർ തന്നെയാണ്. പിന്നെ ബ്ലൂ കളറൊക്കെ അത്യാവശ്യം നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഓൾട്ടോ.
ടയർ ഭാഗങ്ങൾ ബോഡി ഭാഗങ്ങളൊന്നും പാച്ച് ഒന്നുമില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ പുതിയ തന്നെയാണ്. നോക്കോളൂ, ഇന്ത്യയിലൊക്കെ പക്ക നീറ്റ് തന്നെയാണല്ലേ. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര പറയാം? 70,000 വെറും 70,000. 2006 2026 വരെ പേപ്പറുള്ള ഓൾട്ടോ LXi വെറും 70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. LXi അല്ല, LX ആണ്. പവർ സ്റ്റിയറിംഗ് ഇല്ല. പിന്നെ ഒരു പ്രത്യേകത, ഇതിൽ വർഷം കയറ്റിന് ഒരു 15 രൂപ വരുമോ? 15 രൂപ വരുമോ വർഷം കയറ്റിന്? അത്രേ ഉള്ളൂ. 10-12 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പവർ സ്റ്റിയറിംഗ് കയറ്റാൻ പറ്റില്ല. വെറും 70,000 രൂപയ്ക്ക് 2026 പെയിന്റ് ഒക്കെ ചെയ്ത് പക്ക നീറ്റ് 2026 വരെ പേപ്പർ ഉണ്ട്. അത്യാവശ്യം നല്ല ഇന്ത്യൻ ഭാഗങ്ങൾ കാണിച്ചു തന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വെറും 70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഓൾട്ടോ LX സ്വന്തമാക്കാം. അതേപോലെ തന്നെ ഇന്നോവ വന്നിട്ടുണ്ട്. ഇന്നോവ എത്രയുടെ മോഡൽ? 2010 ഇന്നോവ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇന്നോവ ആണെന്ന്. അതും പുതിയ ടയറൊക്കെയാണ്. എത്ര ഓടിയിട്ടുണ്ട്? 140 കമ്പനി സർവീസ്. 140 കമ്പനി സർവീസ് ആണ്. ഇന്ത്യൻ ഭാഗം കാണിച്ചാൽ പക്ക നീറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട്. സർവീസ് എല്ലാം പക്ക ആണ്. 140 ഓടിയിട്ടുണ്ട്. ജെനുവിലാണ്. കമ്പനി സർവീസ്, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെയാണ്. റിയൽ ഇത് റീ രജിസ്ട്രേഷൻ ആണ്. കമ്പനി ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഇവിടെ ഓടിയ വണ്ടി തന്നെയാണ്. 2010 മോഡല്. ഇനി ഒരു 3 വർഷം പേപ്പർ അല്ലേ? 3 വർഷം ഉണ്ടല്ലേ പേപ്പർ? 2 വർഷം 25 രൂപ. 2025 അടുത്ത വർഷം പേപ്പർ വരും. ടയറൊക്കെ 4 ബ്രിസ്റ്റോണിന്റെ പുതിയ ടയറാണ്. പുതിയ ബ്രിക്സ്റ്റോണിന്റെ ടയർ 4-നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് കാണിക്കലും വലിയ പാച്ചോ അങ്ങനെയൊന്നുമില്ല. എല്ലാം ക്ലീൻ പീസ് വണ്ടി തന്നെയാണ്. ഒരു കസ്റ്റമർ വണ്ടി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ പേരിലേക്ക് മാറ്റി വെച്ചിരിക്കാം. നമ്മുടെ പേരില് നിങ്ങളുടെ പേരിൽ മാറ്റിയില്ലേ? ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഉള്ളതാണ്. ഒക്കെ ഇന്ത്യയിലൊക്കെ നോക്കുന്നത് ആൻഡ്രോയിഡ് എല്ലാം സിസ്റ്റം. അത്യാവശ്യം നിനോവിനെ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ക വണ്ടി തന്നെയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര പറയുന്നത്? ഇത് 6 ലക്ഷം രൂപ. 6,50,000 രൂപയ്ക്ക് 2010. എത്ര ഓണർഷിപ്പായി? തേർഡ് ഓണർ. നമ്മുടെ പേർക്ക് മാറ്റിയിരിക്കാം. മൂപ്പൻ നിങ്ങളുടെ പേരിൽ മാറ്റിയപ്പോൾ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന റീ രജിസ്ട്രേഷൻ ആണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി എല്ലാം ഉണ്ട്. മൂപ്പൻ എല്ലാം എടുത്തരും. പിന്നെ ടെസ്റ്റ് അടുത്ത വർഷം 2010 ടെസ്റ്റ് അടുത്ത വർഷമാണ്. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വണ്ടി ഭാഗങ്ങൾ നോക്കി അറിയാം. വണ്ടി ഒന്നും ചെയ്യാനില്ല. എഞ്ചിൻ ഭാഗങ്ങളൊക്കെ പക്കാണ്. വെറും 6,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഇന്നോവ 2010 സ്വന്തമാക്കാം. ഇതിന് നമുക്ക് ലോൺ എത്ര കയറും? ഇതിന് 3 ലക്ഷം രൂപ. 3 ലക്ഷം വരെ ലോൺ കയറുണ്ടോ? 3-3.5 അടുത്ത് ലോൺ കയറും. നമുക്കൊരു ചെറിയൊരു 3 ഉപ്പ് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം അല്ലേ? 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബോഡി തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ശേഷം നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കസ്റ്റമർ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ, കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു വണ്ടി എടുക്കുക. കാരണം ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും വണ്ടി എടുക്കുക. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് വരെ അല്ലെങ്കിൽ വണ്ടിനെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരിക. വണ്ടി ഓട്ടി നോക്കുക, റണ്ണിങ് കണ്ടീഷൻ നോക്കുക, AC എല്ലാം വർക്കിംഗ് ആണെന്ന് നോക്കുക, ബോണറ്റ് എല്ലാം തുറക്കുക. അത്യാവശ്യം നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം വണ്ടി എടുക്കുക. കാരണം ഞാനോ അല്ലെങ്കിൽ വണ്ടി ഷോറൂമിൻ്റെ ഓണർ പറഞ്ഞു വണ്ടി എടുക്കരുത്. കാരണം നിങ്ങൾ ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. കാരണം റോട്ടിൽ കൂടെ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി വന്ന് നോക്കുക. വർക്ക്ഷോപ്പ് വരെ വണ്ടിയെക്കുറിച്ച് അറിയുന്നവർ നോക്കുക. കാരണം ഞങ്ങൾ പറഞ്ഞു വണ്ടി മാത്രം എടുക്കരുത്. നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ട് ഓട്ടിയതിന് ശേഷം, വണ്ടി തൃപ്തിപ്പെട്ടതിന് ശേഷം വണ്ടി എടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് മറക്കുക. അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ. സി.